മൂലയിലെ ചെറിയ കോഫി ഷോപ്പ് രാവിലെ എപ്പോഴും നിശബ്ദമായിരുന്നു. മായയ്ക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെട്ടു. വറുത്ത കാപ്പിക്കുരുവിന്റെ ഗന്ധം, മൃദുവായ സംഗീതത്തിന്റെ മൂളൽ, അവളുടെ സ്കെച്ച്ബുക്കുമായി ജനാലക്കരികിൽ ഇരിക്കാനുള്ള അവസരം. പക്ഷേ അന്ന് രാവിലെ അസാധാരണമായ എന്തോ ഒന്ന് അവളുടെ കണ്ണിൽ പതിഞ്ഞു. അവളുടെ അരികിലുള്ള മേശപ്പുറത്ത് ഒരു നോട്ട്ബുക്ക് കിടന്നു. തവിട്ട് നിറത്തിലുള്ള തുകൽ, ചെറുതായി തേഞ്ഞത്. ഒരു ഉപഭോക്താവ് തിടുക്കത്തിൽ പുറത്തേക്ക് പോയതായിരിക്കണം. അവൾ മടിച്ചുനിന്നു. പിന്നെ പതുക്കെ അത് അടുത്തേക്ക് വലിച്ചു. ജിജ്ഞാസ വിജയിച്ചു. അവൾ അത് തുറന്നപ്പോൾ പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റുകളോ ജോലി കുറിപ്പുകളോ പ്രതീക്ഷിച്ചു. പകരം അവൾ കവിതകൾ കണ്ടെത്തി. പ്രണയത്തെയും വിരഹത്തെയും പ്രതീക്ഷയെയും കുറിച്ചുള്ള ലളിതവും ഹൃദയസ്പർശിയായതുമായ വരികൾ. എഴുത്തുകാരൻ അവരുടെ ആത്മാവ് അവയിൽ പകർന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ. ഒരു വരി അവളെ നിർത്തി. ആൾക്കൂട്ടത്തിനിടയിലും സ്വന്തം വീടുപോലെ തോന്നുന്ന ഒരാളെ ഞാൻ ഇപ്പോഴും തിരയുന്നു. അവളുടെ ഹൃദയം പിടഞ്ഞു. ആരാണ് ഇത് എഴുതിയത്? ആരാണ് ഉള്ളിൽ ഇത്രയധികം ആർദ്രത വഹിച്ചുകൊണ്ടിരുന്നത്? അപ്പോഴാണ് ബാരിസ്റ്റ വന്നത്. ഓ, അത് നമ്മുടെ സ്ഥിരം യാത്രക്കാരിൽ ഒരാളുടേതാണ്. അവൻ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകും. കാത്തിരുന്നാൽ അവൻ അതിനു വേണ്ടി തിരിച്ചുവരും. മായ തലയാട്ടി. ജിജ്ഞാസ ശക്തിപ്പെട്ടു. അവൾ വായിച്ചുകൊണ്ടിരുന്നു. ഓരോ പേജും അവസാനത്തേതിനേക്കാൾ മനോഹരമായി. ഈ വ്യക്തി ആരായാലും ലോകം മറന്നുപോയെന്ന് അവൾ കരുതിയ രീതിയിൽ അവർ പ്രണയത്തിൽ വിശ്വസിച്ചു. ഒരു മണിക്കൂറിനു ശേഷം വാതിൽ തുറന്നു. ഒരാൾ അകത്തേക്ക് നടന്നുവന്നു. ഉയരമുള്ള, അല്പം വൃത്തികെട്ട ഒരു പഴയ ബാക്ക്പാക്ക് ചുമന്നുകൊണ്ട്. അവളുടെ കൈകളിലെ നോട്ട്ബുക്കിൽ കണ്ണുകൾ പതിക്കുന്നതിനു മുമ്പ് അയാൾ ആകാംക്ഷയോടെ ചുറ്റും നോക്കി. ക്ഷമിക്കണം, അയാൾ ശ്രദ്ധാപൂർവം അടുത്തുചെന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ എന്റേതാണ്. മായയ്ക്ക് അവളുടെ കവിളുകൾ ചൂടായി. ഓ, ക്ഷമിക്കണം, ഞാൻ നോക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ വെറുതെ. അവൻ പരിഭ്രമത്തോടെ പുഞ്ചിരിച്ചു. കുഴപ്പമില്ല, നീ അത് വായിച്ചു അല്ലേ? അവൾ മടിച്ചുനിന്നു. പിന്നെ തലയാട്ടി. നിന്റെ വാക്കുകൾ മനോഹരമാണ്. ഒരു നിമിഷം അയാൾ അത്ഭുതത്തോടെ നോക്കി. പിന്നെ പതുക്കെ ചിരിച്ചു. ഒരു കോഫി ഷോപ്പിലിരുന്ന് കവിതകൾ എഴുതുന്നതിൽ ഞാൻ വിചിത്രനാണെന്ന് മിക്ക ആളുകളും കരുതുന്നു. ധൈര്യം അസാധാരണമല്ല. മായ നോട്ട്ബുക്ക് പതുക്കെ അടച്ചുവെച്ചു പറഞ്ഞു. അവർ സ്വയം പരിചയപ്പെടുത്തി. അവന്റെ പേര് അർജുൻ എന്നായിരുന്നു. ഒരു എഴുത്തുകാരനും ഒരിക്കലും ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവന്റെ വാക്കുകൾ അത്ര നല്ലതല്ലെന്ന് ഭയപ്പെട്ടു. അവൾ തന്റെ രേഖാചിത്രങ്ങളെക്കുറിച്ചും താൻ എങ്ങനെ വരയ്ക്കുന്നു എന്നതിനെക്കുറിച്ചും അവനോട് പറഞ്ഞു. പക്ഷേ അപൂർവമായി ആരെയും കാണിക്കാറില്ല. എങ്ങനെയോ ആ ചെറിയ കോഫി ഷോപ്പിൽ രണ്ട് ആത്മാക്കൾ മനസ്സു തുറന്നു. സ്വപ്നങ്ങളെക്കുറിച്ചും ഭയങ്ങളെക്കുറിച്ചും ലോകത്തിൽ നിന്ന് അവർ മറച്ചുവെച്ച കലയെക്കുറിച്ചും. ഒടുവിൽ മായ പോകാൻ നിന്നപ്പോൾ അർജുൻ മടിച്ചുനിന്നു. പിന്നെ നോട്ട്ബുക്ക് മേശയ്ക്ക് മുകളിലൂടെ നീട്ടി. ഇപ്പോൾ ഇത് സൂക്ഷിക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ചിത്രങ്ങളും എന്റെ വാക്കുകളും ഒന്നിച്ചായിരിക്കാം. അവൾ അവനെ നോക്കി അത്ഭുതപ്പെട്ടു. പുഞ്ചിരിച്ചു. എങ്കിൽ ഞാൻ നിന്നെ വീണ്ടും കാണുമെന്ന് കരുതുന്നുണ്ടോ? എല്ലാ ദിവസവും രാവിലെ, അവൻ മൃദുവായി മറുപടി പറഞ്ഞു. അങ്ങനെ ഒരു മൂലയിലെ കോഫി ഷോപ്പിൽ മറന്നുപോയ ഒരു നോട്ട്ബുക്കിനു മുകളിൽ ഒരു പുതിയ കഥ ആരംഭിച്ചു. വാക്കുകളിലോ രേഖാചിത്രങ്ങളിലോ മാത്രമല്ല, ഒടുവിൽ പരസ്പരം കണ്ടെത്തിയ ഹൃദയങ്ങളിലാണ് അത് എഴുതിയത്.